ഇനി നമുക്ക് OpenCVയുടെ മറ്റു കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇമേജസിനെ കുറിച്ചിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. സോ ഇതിൽ ആദ്യമുള്ളതാണ് പിക്സൽ എന്ന് പറയുന്നത്. സോ പിക്സൽ എന്ന് പറയുന്നത് പിക്ചർ എലമെന്റ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു പിക്ചറിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ഏറ്റവും ചെറിയ ഭാഗത്തെയാണ് നമ്മൾ പിക്സൽ എന്ന് പറയുന്നത്. ഇതൊരു സ്ക്വയർ രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ ഉദാഹരണമായി നമ്മൾ ഏതൊരു ഇമേജ് സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് അവസാനം ഈ ഒരു രീതിയിൽ കാണാൻ സാധിക്കും. നമ്മൾ ഈ ഭാഗത്തുള്ള ഇമേജിൻ്റെ ഈ ഭാഗം സൂം ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ കാണുന്ന ഓരോ ചെറിയ ചെറിയ കള്ളിയിലുള്ള ഈ ഭാഗങ്ങൾ. സോ ഈ കാണുന്ന ഓരോ ചെറിയ കള്ളി അഥവാ ഈ ഒരു റെക്റ്റാങ്കിളിനെയാണ് നമ്മൾ ഒരു പിക്സൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് പിക്സൽ ചേർന്നായിരിക്കും ഒരു ഡിജിറ്റൽ ഇമേജ് എന്ന് പറയുന്നത്. സോ ഒരു പിക്ചറിൽ എത്ര പിക്സൽസ് ഉണ്ടോ ആ ഒരു എണ്ണമാണ്, ആ ഒരു നമ്പറാണ് നമ്മുടെ ഇമേജിൻ്റെ റെസൊല്യൂഷൻ തീരുമാനിക്കുന്നത്. സോ നമ്മുടെ പിക്സൽ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ റെസൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ പിക്സൽസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് കൂടുതൽ ക്ലാരിറ്റിയുള്ള ഇമേജ് ആയിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് റെസൊല്യൂഷനാണ്. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ചെറുതായി ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു. സോ റെസൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇമേജിൽ അടങ്ങിയിട്ടുള്ള പിക്സൽസിൻ്റെ നമ്പേഴ്സിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നമ്പർ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇതുപോലെ വിഡ്ത്ത് അതുപോലെ ഹൈറ്റ് ആണ്. സോ നമ്മളൊരു പിക്ചർ എടുത്ത് കഴിഞ്ഞാൽ ഉദാഹരണമായി നമ്മൾ ഈ ഒരു പിക്ചറിൻ്റെ വിഡ്ത്ത് 1920 വിഡ്ത്ത് അതുപോലെ 1080 ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ഈ ഒരു വിഡ്ത്തിൽ നമുക്ക് 1920 പിക്സൽസ് ഉണ്ടായിരിക്കും. ഇതുപോലെ ഈ ഒരു ഹൈറ്റിൽ നമുക്ക് 1080 പിക്സൽസ് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പിക്ചറിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1920/1080 ആണ്. 1920 വിഡ്ത്ത് അതുപോലെ 1080 ഹൈറ്റ്. സോ ഇതിൻ്റെ ടോട്ടൽ പിക്സൽ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ഇതിൻ്റെ ടോട്ടൽ പിക്സൽ നമ്പർ വരുന്നത് 1920 × 1080 ആണ്. സോ ഈ ഒരു റെസൊല്യൂഷനുള്ള ഈ ഒരു പിക്ചറിൽ ഈ ഒരു ഇമേജിൽ നമുക്ക് ഇത്രയും പിക്സൽസ്, ഇത്രയും നമ്പേഴ്സ് ഓഫ് പിക്സൽസ് ഉണ്ടായിരിക്കും. സോ ഈ രീതിയിലാണ് നമ്മൾ റെസൊല്യൂഷൻ തീരുമാനിക്കുന്നത്. എത്രയാണോ അതിൻ്റെ പിക്സൽ, അതിൻ്റെ വിഡ്ത്തും ഹൈറ്റിലും എത്ര പിക്സൽ ഉണ്ടോ ആ ഒരു നമ്പേഴ്സിനെയാണ് നമ്മൾ ഒരു പിക്ചറിൻ്റെ റെസൊല്യൂഷനായി നമ്മൾ തീരുമാനിക്കുന്നത്. സോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് റെസൊല്യൂഷൻ ആണ്. നമ്മളിവിടെ ഫുൾ HD ആണെങ്കിൽ അത് 1920/1080 ആയിരിക്കും. 2K ആണെങ്കിൽ നമുക്ക് 2560/1440 ആയിരിക്കും. അതുപോലെ 4Kയുടേതും 8Kയുടേതും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇതിൽ കുറഞ്ഞ റെസൊല്യൂഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഹാഫ് HD അതുപോലെ 480 ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പിക്സൽ എന്താണെന്നും റെസൊല്യൂഷൻ എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വിവിധ തരത്തിലുള്ള പ്രധാനപ്പെട്ട ഡിജിറ്റൽ ഇമേജസ് ഏതൊക്കെയാണ്. സോ നമ്മൾ ആദ്യം പഠിക്കുന്നത് ബൈനറി ഇമേജാണ്. സോ ബൈനറി ഇമേജിൽ അടങ്ങിയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് 2 കളേഴ്സ് ആയിരിക്കും. ഒന്നുകിൽ അത് ബ്ലാക്കോ അല്ലെങ്കിൽ അത് വൈറ്റോ ആയിരിക്കും. സോ ഇതിൻ്റെ പിക്സൽ സൈസ് എന്ന് പറയുന്നത് 1 ബിറ്റ് ആയിരിക്കും. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഒരു പിക്സലിൽ ഒന്നുകിൽ 0 ആയിരിക്കും. 0 ആണെങ്കിൽ അത് ബ്ലാക്ക് കളർ ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. 1 ആണെങ്കിൽ അത് വൈറ്റ് കളർ ആയിരിക്കും. സോ നമ്മൾ ഇപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ ഈ ഒരു കളർ പിക്ചറിൻ്റെ ബൈനറി ഇമേജാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കിതിൽ നോക്കിയാൽ കാണാം, നമുക്കിതിൽ ഒന്നുകിൽ ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റോ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനിടയിലുള്ള ഒരു ഷെയ്ഡ്സ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പിക്സലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 ബിറ്റ് ആയിരിക്കും. ഒന്നുകിൽ ഇതിൽ 1 അല്ലെങ്കിൽ 0 ആയിരിക്കും. 1 ആണെങ്കിൽ അത് വൈറ്റ് കളർ ആയിരിക്കും, 0 ആണെങ്കിൽ അത് ബ്ലാക്ക് കളർ ആയിരിക്കും. നമ്മളിവിടെ ഒരു 8/6 റെസൊല്യൂഷനിലുള്ള ഒരു ബൈനറി ഇമേജിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു ക്രോസ് നമ്മളിതുപോലെ വരച്ചിട്ടുണ്ട്. ഈ ക്രോസ് കാണുന്ന ഭാഗമൊക്കെ കറുപ്പ് കളറാണ്, ബ്ലാക്ക് കളറാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള പിക്സലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബാക്കിയുള്ള ഭാഗമൊക്കെ വൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള പിക്സലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പിക്സൽ സൈസ് എന്ന് പറയുന്നത് 1 ബിറ്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ബൈനറി ഇമേജ് എന്ന് പറയുന്നത്. സോ ഇതാണ് ബൈനറി ഇമേജസിൻ്റെ കോമൺ കൺസെപ്റ്റ് എങ്കിലും നമ്മൾ OpenCVയിൽ ഉപയോഗിക്കുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ 1 ബിറ്റിന് പകരം 8 ബിറ്റാണ് ഉപയോഗിക്കുന്നത്. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ബ്ലാക്കിന് 0യും അതുപോലെ വൈറ്റിന് 255 ഇൻറ്റിജർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ ഒറിജിനൽ കൺസെപ്റ്റിലുണ്ടായിരുന്നത് 0 അല്ലെങ്കിൽ 1 ആയിരുന്നു. അവിടെ 1 ബിറ്റ് ആയിരുന്നു നമ്മുടെ സൈസ് എന്ന് പറയുന്നത്, പിക്സലിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 8 ബിറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനർത്ഥം ബ്ലാക്കുള്ള ഭാഗമൊക്കെ 0യും വൈറ്റുള്ള ഭാഗമൊക്കെ 255 ആയിരിക്കും. ഈ ഒരു ചെറിയ വ്യത്യാസം നമ്മൾ OpenCVയിൽ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. കോമൺ കൺസെപ്റ്റിൽ നിന്നും ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ പിക്സൽ സൈസ് OpenCVയിൽ 8 ബിറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് 0യും വൈറ്റ് 255 ആയിരിക്കും. അതുകൊണ്ട് തന്നെ OpenCVയിൽ ഒരു ബൈനറി ഇമേജ് എന്ന് പറയുന്നത് ഒരു ഗ്രേ സ്കെയിൽ ഇമേജ് ആയിരിക്കും. അത് ഗ്രേ സ്കെയിലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. പക്ഷേ അതിൽ ഓൺലി 2 വാല്യൂസ് മാത്രമേ പോസിബിൾ ആയിട്ടുണ്ടായിരിക്കുകയുള്ളൂ. ഒന്ന് 0യും ഒന്ന് 255. ബ്ലാക്കിനെ സൂചിപ്പിക്കുന്നതിന് 0യും അതുപോലെ വൈറ്റ് ആണെങ്കിൽ നമുക്ക് 255 ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിക്സൽ സൈസ് എന്ന് പറയുന്നത് 8 ബിറ്റ്സ് ആയിരിക്കും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കോമൺ കൺസെപ്റ്റിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും.
നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഗ്രേ സ്കെയിൽ അഥവാ നമ്മൾ സാധാരണ പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് നമ്മൾ ബൈനറിയേക്കാളും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാരിറ്റി ഉള്ള ഒരു ഇമേജ് ആയിരിക്കും. അതിന് കാരണം ഇതിൽ വൈറ്റും ബ്ലാക്കും പ്യുവർ വൈറ്റും ബ്ലാക്കും മാത്രമല്ല അതിനിടയിലുള്ള ഗ്രേ കളർ അതായത് ഷെയ്ഡ്സ് ഓഫ് ഗ്രേയും നമുക്കിതിൽ കാണാൻ സാധിക്കും. സോ ഗ്രേ സ്കെയിൽ ഇമേജിൽ എത്രയാണോ ഇൻറ്റൻസിറ്റി ഉണ്ടായിരിക്കും അതിനനുസരിച്ച് അതിൻ്റെ ബ്രൈറ്റ്നസ് ലെവലും കൂടിക്കൊണ്ടിരിക്കും. ബ്രൈറ്റ്നസ് കൂടുമ്പോൾ അത് പ്യുവർ വൈറ്റിലോട്ട് വരുന്നതായിരിക്കും, കുറയുന്നതിനനുസരിച്ച് ഇതുപോലെ ഒരു ബ്ലാക്ക് കളറിലോട്ട് മാറുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ബൈനറി ഇമേജിനേക്കാളും കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടായിരിക്കും നമ്മുടെ ഗ്രേ സ്കെയിൽ ഇമേജ് അഥവാ നമ്മൾ സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് എന്ന് വിളിക്കുന്ന ഈ ഒരു ഇമേജിന്. സോ ഇതിൻ്റെ പ്രത്യേകത ഇതിൽ കളേഴ്സ് ഉണ്ടായിരിക്കില്ല, പക്ഷേ ഈ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ഗ്രേ സ്കെയിൽ ഇമേജിൻ്റെ പിക്സൽ സൈസ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആയിരിക്കും. അതായത് ഇതിൽ ഓരോ വാല്യൂ 0ക്കും 255നും ഇടയിലായിരിക്കും. സോ 0 ആണെങ്കിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ആയിരിക്കും, 255 ആണെങ്കിൽ കംപ്ലീറ്റ് വൈറ്റ് ആയിരിക്കും. സോ നമുക്ക് ബൈനറി ഇമേജിൽ 0യും അതുപോലെ 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഗ്രേ സ്കെയിൽ ഇമേജിൽ വരുമ്പോൾ നമുക്ക് 8 ബിറ്റ് ഇതിൻ്റെ പിക്സൽ സൈസ് 8 ബിറ്റ് ആയതുകൊണ്ട് തന്നെ 0 മുതൽ 255 വരെയുള്ള വാല്യൂ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് അതിൻ്റെ വിവിധ തരത്തിലുള്ള ഷെയ്ഡ്സ് നമുക്ക് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ വിവിധ തരത്തിലുള്ള ഷെയ്ഡ്സ് ഓഫ് ഗ്രേ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഒരു 100 ആണെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു രീതിയിലുള്ള കളറായിരിക്കും ലഭിക്കുക. അത് വിവിധ തരത്തിലുള്ള ഷെയ്ഡ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിലുള്ള ഇമേജിനെയാണ് നമ്മൾ ഗ്രേ സ്കെയിൽ ഇമേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കളർ ഇമേജാണ്. കളർ ഇമേജിൽ മൾട്ടിപ്പിൾ കളർ ചാനൽസ് ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രൈമറി കളേഴ്സ് റെഡ്, ഗ്രീൻ, ബ്ലൂ ആണ്. ഈ 3 ചാനൽസ് കൂടി ചേർന്നാണ് നമ്മൾ കാണുന്ന ഈ ഒരു രീതിയിലുള്ള നമ്മുടെ കളർ ഇമേജ് ഉണ്ടാവുന്നത്. സോ ഓരോ ചാനലിലും നമുക്ക് നോക്കിയാൽ കാണാം റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ ഒരു പിക്ചറിൻ്റെ വിവിധ തരത്തിലുള്ള RGB ഈ ചാനൽസാണത്, കളർ ചാനൽസാണത്. സോ ഓരോ ചാനലിലും അതേ കളറിൻ്റെ ഇൻറ്റൻസിറ്റി ആയിരിക്കും കൂടിയും കുറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ അതിൻ്റെ പിക്സൽ വാല്യൂസിനനുസരിച്ച് കൂടിയും കുറഞ്ഞായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഈ 3 കളറും 3 ചാനലും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ഫുൾ കളർ ലഭിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പ്രൈമറി കളർ അടങ്ങിയിട്ടുള്ള കളർ ഇമേജ്. സോ ഇതിൻ്റെ പിക്സൽ സൈസ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആയിരിക്കും. നമ്മൾ ഗ്രേ സ്കെയിലിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ ചാനലിലും ഇപ്പോൾ റെഡിൻ്റെത് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ 0യുടെയും ഒരു പിക്സൽ സൈസ് എന്ന് പറയുന്നത് 0ക്കും 255നും ഇടയിലായിരിക്കും. സോ 0 ആണെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും, 255 ആണെങ്കിൽ കംപ്ലീറ്റ് റെഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ആ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഓരോ കളറിൻ്റെയും ഇൻറ്റൻസിറ്റി കുറഞ്ഞും കൂടിയും ഒക്കെ ആയിരിക്കും. ഓരോന്നിൻ്റെയും നമ്മൾ പറഞ്ഞിരുന്നു 8 ബിറ്റ്സ് ആയിരുന്നു ഇതിൻ്റെ പിക്സൽ സൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 3ഉം കമ്പൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 24 ബിറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 3 ബൈറ്റ്സ് ആയിരിക്കും. സോ ബൈനറി ഇമേജും അതുപോലെ ഗ്രേ സ്കെയിൽ ഇമേജിനെയും കമ്പയർ ചെയ്യുമ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ കളർ ഇമേജ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഇമേജസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ.